ഞാൻ കണ്ടത് മലയാളം 2D ഫോർമാറ്റിലാണ്. തുടർന്നുള്ള റിവ്യൂവിൽ സ്പോയിലേഴ്സ് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ചിത്രത്തിന്റെ ട്രെയിലറിൽ നിന്ന് ലഭിക്കുന്ന കഥാസന്ദർഭങ്ങൾ ചിലയിടങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ട്. സ്റ്റോറി: മഹാഭാരത കഥയെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസ്റ്റോപ്പിയൻ സയൻസ് ഫിക്ഷൻ ലോകവുമായി ബന്ധിപ്പിച്ച് അസാധാരണമായ ഒരു കഥയെ വളരെ കൺവിൻസിംഗ് ആയി അവതരിപ്പിച്ചിരിക്കുകയാണ്. മഹാഭാരത യുദ്ധത്തിന് 6000 വർഷങ്ങൾക്ക് ശേഷം കാശിയിലും ശമ്പലയിലും ജീവിക്കുന്ന സാധാരണക്കാരുടെ അതിജീവനത്തിന്റെ കഥയും അവരെ അടക്കി വാഴുന്ന സുപ്രീം യാസ്കിൻ്റെ അതിക്രൂര ഭരണവും തുടർന്ന് നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളുമാണ് ചിത്രം പറയുന്നത്. കാസ്റ്റിംഗ്: അശ്വത്ഥാമാവായി അമിതാഭ് ബച്ചനെ അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെയാണ് കൽക്കിയുടെ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ്. ബൗണ്ടി ഹണ്ടറായ ഭൈരവനായി പ്രഭാസും ഗംഭീര പെർഫോമൻസ് തന്നെയാണ്. സുപ്രീം യാസ്കിനായി കമൽഹാസൻ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. മറ്റു വേഷങ്ങളിൽ ഓരോരുത്തരും വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരുപാട് ക്യാമിയോ വേഷങ്ങളുണ്ട്. അവയെല്ലാം തന്നെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നാഗശ്വിൻ്റെ മറ്റ് ചിത്രങ്ങൾ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ക്യാമിയോ അപ്പിയറൻസിൽ വന്നവരെ വളരെ എളുപ്പം തിരിച്ചറിയാൻ സാധിക്കും. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് ആൻഡ് ഡയറക്ഷൻ: കഥയും തിരക്കഥയും സംവിധാനവും ചെയ്തിരിക്കുന്നത് നാഗശ്വിനാണ്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എവിടെ സുബ്രഹ്മണ്യം, മഹാനടി എന്നീ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ വലിയ ബഡ്ജറ്റിൽ ഒരു ഗംഭീരൻ സിനിമാനുഭവമാണ് കൽക്കിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത് നാഗശ്വിനും RRR, ഗൗതമിപുത്ര സതകർണി, സൈറ നരസിംഹ റെഡ്ഡി തുടങ്ങിയ ഹിസ്റ്റോറിക്കൽ ചിത്രങ്ങളുടെ സംഭാഷണങ്ങൾ എഴുതിയ സായ് മാധവ് ബുറയും ചേർന്നാണ്. മലയാളം ഡബ്ബിംഗ് നന്നായിരുന്നുവെങ്കിലും ചിലയിടത്തെ സംഭാഷണങ്ങൾ തെലുങ്ക് സംഭാഷണത്തിൻ്റെ മലയാളം ട്രാൻസ്ലേഷനായി തോന്നിയത് ചെറിയ രീതിയിൽ ആസ്വാദന വിരസത ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഭാഗികമായി ഊഹിക്കാവുന്ന കഥയും സംഭാഷണങ്ങളുമാണ് എന്നത് മറ്റൊരു വസ്തുതയാണ്. എന്നാലും എലിവേറ്റഡ് സീൻസിലൊക്കെ ഗംഭീരൻ ഡയലോഗുകൾ തന്നെയാണ് ചിത്രത്തിലുള്ളത്. മ്യൂസിക്: ചിത്രത്തിൻ്റെ മറ്റൊരു പോസിറ്റീവ് ഭാഗം മ്യൂസിക്കാണ്. അട്ടക്കത്തി, ജിഗർദണ്ഡ XX, കുക്കു, കാല, പരിയേരും പെരുമാൾ തുടങ്ങിയ അനേകം ചിത്രങ്ങളുടെ മ്യൂസിക് ചെയ്തിട്ടുള്ള സന്തോഷ് നാരായണനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഫ്യൂച്ചറിസ്റ്റിക് മ്യൂസിക്കിൻ്റെ ഒപ്പം ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ചേർത്ത് ചില രംഗങ്ങളിൽ നൽകിയിരിക്കുന്ന ട്രാൻസിഷൻസ് അപാരമാണ്. അതുപോലെ തന്നെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ആക്ഷൻ രംഗങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിശ്വസനീയമാണ്. എന്നിരുന്നാലും ഗാനങ്ങൾ സിനിമ തീരുന്നതോടെ പ്രേക്ഷകനെ മറക്കുമെന്നത് മറ്റൊരു വസ്തുതയാണ്. സിനിമാറ്റോഗ്രഫി ആൻഡ് VFX: സെർബിയൻ സിനിമാറ്റോഗ്രാഫർ ജോർജെ സ്റ്റൊജ്ലോവിക് ആണ് ഛായാഗ്രാഹകൻ. ഒരു ഒന്നൊന്നര വർക്കാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, പറയാതെ വയ്യ. വേൾഡ് ഓഫ് കൽക്കി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുവരെ ഇന്ത്യൻ സിനിമ കാണാത്ത തരത്തിലുള്ള ഒന്നാണ്. അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ക്രീനിൽ തന്നെ കാണുവാൻ ശ്രമിക്കുക. 6.5K റെസൊല്യൂഷനിൽ ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്ന 65mm ഫിലിമിന് തുല്യമായ സെൻസറുള്ള IMAX ഫിലിം സൈസ് 70mm ആണെന്ന് ഓർക്കണം. എക്സ്ട്രീം ഡൈനാമിക് റേഞ്ച് ഓഫർ ചെയ്യുന്ന അലക്സ 65 ക്യാമറയും കസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ള അറേ DNA ലെൻസസ് കൂടി ഉപയോഗിച്ചാണ് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിനിമം സ്കെയിലിംഗ് കൊണ്ട് പോലും 4K IMAX കൺവേർഷൻ നടത്താൻ കഴിയും. VFX ചെയ്തിരിക്കുന്നത് ബ്ലേഡ് റണ്ണർ 2049, ഡ്യൂൺ, ഇൻ്റർസ്റ്റെല്ലാർ, ഓപ്പൺഹൈമർ തുടങ്ങിയ സിനിമകളുടെ VFX ചെയ്ത 7 ഓസ്കാർ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ബ്രിട്ടീഷ് ഇന്ത്യൻ വിഷ്വൽ എഫക്ട്സ് സ്റ്റുഡിയോയായ DNEGയും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചിട്ടുള്ള ബ്രിട്ടീഷ് കനേഡിയൻ വിഷ്വൽ എഫക്ട്സ് സ്റ്റുഡിയോയായ ദി എംബസി വിഷ്വൽ എഫക്ട്സും ചേർന്നാണ്. 700 VFX ഷോട്ട്സ് ആണ് ചിത്രത്തിലുള്ളത്. ഒന്നിനു പോലും ഒരു കുറ്റവും പറയാൻ കഴിയില്ല, അത്രയ്ക്ക് ഗംഭീരം. പ്രതീക്ഷയുടെ നിറമായി വെളുപ്പും തിന്മയുടെ നിറമായി കറുപ്പും ഉപയോഗിക്കുക എന്ന മിക്കപ്പോഴും കണ്ടുവരുന്ന അതേ ഫോർമാറ്റിൽ തന്നെയാണ് ചിത്രത്തിൻ്റെ കളർ ഗ്രേഡിംഗ് പോകുന്നത്. എങ്കിലും കോസ്റ്റ്യൂം ഡിസൈനിങ് എല്ലാം ഇതിനൊത്ത് വളരെ വ്യത്യസ്തമായി ചെയ്തിരിക്കുന്നത് പ്രേക്ഷകന് പുതുമ തരുന്നുണ്ട്. ആക്ഷൻ: നാട്ടിൽ കിട്ടാവുന്ന സകല ആക്ഷൻ ഡയറക്ടേഴ്സിനെയും വിളിച്ചാണ് ചിത്രത്തിൻ്റെ ആക്ഷൻ, ഫൈറ്റ്, ചേസിംഗ് രംഗങ്ങൾ ചെയ്തിരിക്കുന്നത്. കിങ് സോളമൻ, ആൻറ്റി ലോങ്, പീറ്റർ ഹെയ്ൻസ്, സതീഷ്, അൻബറേവ്, നിക് പവൽ ഇവരൊക്കെ ചെയ്തിട്ടുള്ള വർക്കുകൾ ശ്രദ്ധിച്ചാൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്താണ് കാണാൻ കഴിയുക എന്നത്. അത്രയ്ക്ക് ഗംഭീരമാണ് സ്റ്റൺസ്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് തുടങ്ങി ചേരിതിരിഞ്ഞുള്ള യുദ്ധങ്ങൾ വരെ ചിത്രത്തിലുണ്ട്. അതും ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയുക എന്നത് ഓരോ സിനിമാ ആസ്വാദകൻ്റെയും ആഗ്രഹത്തിനൊത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ബുജി, ഭൈരവൻ്റെ AI ഡ്രോയിഡ്. കീർത്തി സുരേഷിൻ്റെ ശബ്ദത്തിൽ വിഷ്വൽ എഫക്ട്സോട് കൂടി ഒരു കിടിലൻ ക്യാരക്ടറാണ് ചിത്രത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സിനിമയ്ക്ക് പോകുന്നതിന് മുൻപ് കഴിയുമെങ്കിൽ 14 മിനിറ്റ് നീളമുള്ള 2 എപ്പിസോഡ് മാത്രമുള്ള B&B ബുജി ആൻഡ് ഭൈരവ എന്ന അനിമേറ്റഡ് സയൻസ് ഫിക്ഷൻ സീരീസ് കണ്ടതിന് ശേഷം കൽക്കി കാണാൻ പോവുക. ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. വാണി: ചിത്രം തുടക്കം മുതൽ തന്നെ കാണുവാൻ ശ്രമിക്കുക. അതായത് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേര് കാണിക്കുന്നത് മുതൽ ചിത്രം ആരംഭിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് കൽക്കിയുടെ ലോകമാണ്.